ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. റാഗി വെച്ചിട്ട് സാധാരണ നമ്മൾ ദോശയും ഇഡ്ഡലിയും അപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഉപ്മാവ് അങ്ങനെ പലരും ഉണ്ടാക്കാറില്ല. റാഗി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച റാഗി പൗഡർ ആയാലും എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ റാഗി വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മുടെ പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ നല്ല രീതിയിലൊന്ന് നനച്ചെടുക്കണം. റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളം വേണ്ടി വരും. അപ്പോൾ നമുക്ക് പുട്ടൊക്കെ നനയ്ക്കുന്നതിന് പോലെ തന്നെ നല്ല രീതിയിലൊന്ന് നനച്ചെടുക്കാം. കുറച്ചൊന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് സാധാരണ പച്ചവെള്ളമാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് പ്രസ് ചെയ്യുമ്പം ഈ രീതിയിൽ കിട്ടും. അതേ കണക്കിന് വേണം നമ്മൾ വെള്ളം ചേർത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതേ രീതിയിലൊന്ന് നനച്ച് കൊടുത്ത ശേഷം ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതാ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് വിട്ട് വന്ന് വെള്ളമൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ നനച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി കുഴഞ്ഞ രീതിയിലാണ് ഇരുന്നത്. ഇപ്പം നല്ല കണക്കിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്നത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. റാഗി പൗഡർ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വേവുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 6-7 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ വേണ്ട, ഞാനൊരു കടായിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് 5-6 മിനിറ്റ് നല്ല രീതിയിലൊന്ന് ആവി കൊടുക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട്. നമ്മുടെ റാഗിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ആവി കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാം. ഒരു കടായിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച കപ്പലണ്ടിയാണ്. നമ്മൾ ഉപ്പുമാവായതുകൊണ്ട് തന്നെ നമുക്ക് നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയോ കടലപ്പരിപ്പോ ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കപ്പലണ്ടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് കപ്പലണ്ടി ഒന്ന് പൊട്ടി വരും. ആ ഒരു പരുവം വരെ ചെറിയ രീതിയിലൊന്ന് ഫ്ലെയിം വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഞാൻ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ സവാളയാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ സവാളയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ. ഇതേ രീതിയിൽ നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചൊന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി. അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബീൻസോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ക്യാബേജോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ദാണ്ട ഞാനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ റാഗി ഉപ്മാവ് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഉപ്മാവ് തയ്യാറാക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അത് നല്ലതുപോലെ കുഴഞ്ഞു പോകും. നമ്മുടെ ഉപ്മാവ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് നമ്മൾ റാഗി കൊണ്ട് ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ദാണ്ട് ഇതേ രീതിയിലൊന്ന് തളിച്ച് കൊടുക്കുക. വെള്ളം നമ്മളെടുത്ത് ഒഴിക്കരുത്, കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് തളിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം നമ്മളിതുപോലെ ഒന്ന് തളിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഉപ്പുമാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ചേരുവ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, വെളുത്ത എള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റാഗി ഉപ്മാവ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വെളുത്ത എള്ള് ഇങ്ങനെ കിടക്കുമ്പോഴേ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇത് ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതേപോലെ തന്നെ റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് റാഗി. അപ്പോൾ റാഗി ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.